നിമിഷപ്രിയയുടെ കഥ വളരെ സങ്കീർണവും ദുഃഖകരവുമായ ഒന്നാണ്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. അവിടെ വെച്ച് തലാൽ അബ്ദുൽ മഹദി എന്ന യമൻ പൗരനുമായി പരിചയത്തിലായി. ഇരുവരും ചേർന്ന് ഒരു ക്ലിനിക്ക് ആരംഭിച്ചു. എന്നാൽ പിന്നീട് ഇവരുടെ ബന്ധം വഷളാവുകയും തലാൽ നിമിഷപ്രിയയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്തു. പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ പിടിച്ചെടുത്ത് തടവിൽ പാർപ്പിച്ചു. തുടർന്ന് 2017 ജൂലൈ 25-ന് തലാൽ കൊല്ലപ്പെട്ടു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയ അറസ്റ്റിലായി. 2018-ൽ യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു. ഈ വിധി വന്നതോടെ കേരളത്തിൽ നിന്നും നിരവധി പേർ നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടുവന്നു. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. മോചനദ്രവ്യം നൽകി നിമിഷപ്രിയയെ രക്ഷിക്കാനായിരുന്നു ഇവരുടെ ശ്രമം. ഇത് സാധ്യമാകാതെ വന്നതോടെ അപ്പീൽ കോടതിയെ സമീപിച്ചു. എന്നാൽ ഈ ശ്രമവും പരാജയപ്പെട്ടു. വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലെത്തിയതോടെ 2024 മാർച്ചിൽ യാത്രാവിലയ്ക്കുള്ള അഭിഭാഷകൻ സുപ്രീം കോടതി അനുമതിയോടെ യമനിലേക്ക് പോയി. തുടർന്ന് ഏപ്രിൽ 15-ന് ട്രയൽ കോടതി വിധി ശരിവച്ചു. ഇതിനെതിരെ വീണ്ടും അപ്പീൽ നൽകിയെങ്കിലും 2025 ജൂലൈ 16-ന് വധശിക്ഷ നടപ്പാക്കണമെന്നായിരുന്നു കോടതി ഉത്തരവ്. എന്നാൽ അവസാന നിമിഷം ദയാഹർജിയിൽ തീരുമാനമുണ്ടാകുന്നതുവരെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെത്തി തലാലിന്റെ കുടുംബാംഗങ്ങളെ കണ്ടു മാപ്പപേക്ഷിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ അവസ്ഥയിൽ യമനിലെ നിയമമനുസരിച്ച് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പു നൽകിയാൽ മാത്രമേ നിമിഷപ്രിയയ്ക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. അതിനായുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു.